ഹലോ ഫ്രണ്ട്സ്, സോഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിപ്പോൾ വാഗമണ്ണാണ് പോകുന്നത്. അപ്പോൾ അത് ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ചുമ്മാ ഒരു വൈബ് അടിക്കാൻ വേണ്ടിയിട്ട് ഞാനും കുഞ്ഞും ഉണ്ട്. കുഞ്ഞു എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേരെ. കുറച്ചാളായല്ലേ വീഡിയോയിലേക്ക് ഒന്ന് കണ്ടിട്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇച്ചിരി തിരക്കായിപ്പോയി, അതാണ് കുറച്ച് വീഡിയോസും കാര്യങ്ങളെല്ലാം ചെയ്യാമായിരുന്നത്. അപ്പോൾ ഇനി കണ്ടിന്യൂസ് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വാഗമൺ കാഴ്ചകളെല്ലാം കണ്ട് മടങ്ങി വരാം. വാഗമണ്ണ് പോകുന്ന വഴിക്ക് കാണാൻ പറ്റിയ ഒരു ആദ്യത്തെ സ്പോട്ടാണ് നമ്മളെ മലങ്കര ഡാം. മലങ്കര എസ്റ്റേറ്റ് ഒക്കെ കണ്ട് മലങ്കര ഡാമിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമുക്ക് പോകട്ടോ. ആദ്യം ഒരു സ്പിൽവേ മാത്രം കേട്ടോ ഇവിടെ ഇപ്പോൾ തുറന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ അടുത്ത് തന്നെ നമുക്ക് വേറൊരു സ്പോട്ടുകൾ അരുവിക്കുത്ത് വെള്ളച്ചാട്ടം കേട്ടോ. വെള്ളമുള്ളപ്പോൾ പോയി കാണാൻ അടിപൊളിയാണ് ആ ലൊക്കേഷനും. അതുപോലെ തന്നെ അടുത്ത ലൊക്കേഷനാണ് ചിൽഡ്രൻസ് പാർക്ക്. വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ പിള്ളേരെയും കൊണ്ട് വരാൻ പറ്റിയ ഒരു അടിപൊളി ലൊക്കേഷൻ കേട്ടോ ഇത്. ഇപ്പോൾ നമ്മളിത് വാഗമൺ സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ. തമിഴ്നാട് അങ്ങനെയുള്ള മേഖലയിൽ നിന്നൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകളെല്ലാം ഇപ്പോൾ ഈ വാഗമൺ പൈൻ വാലി കാഴ്ചകളെല്ലാം കാണാനായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അതിൻ്റേതായ നല്ല ആ ഒരു തിരക്ക് നമുക്കിവിടെ ട്രാഫിക് ബ്ലോക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. വണ്ടികളെല്ലാം പൈൻ വാലിയുടെ അങ്ങോട്ട് പോകാൻ വേണ്ടി നിരനിരയായിട്ട് നിൽക്കുന്നതാണ്. നമ്മൾ ഈ മൊട്ടക്കുന്നിൻ്റെ അങ്ങോട്ട് ആ റോഡിലോട്ട് കയറിയപ്പോൾ അവസ്ഥ സെയിം തന്നെയാണ് കേട്ടോ. ഇവിടെ റൈറ്റ് പോയി കഴിഞ്ഞാൽ പാലൊഴുകുംപാറ ആ റൂട്ടാണ്, ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഇത് കട്ടപ്പന റൂട്ടാട്ടോ. നമുക്ക് ഈ കട്ടപ്പന റൂട്ട് ഒന്ന് പോകാം. ആ വഴിക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ ഇതേ വെറൈറ്റി ആയിട്ട് കാണാനുണ്ട്. അതുപോലെ തന്നെ തിരക്ക് കാര്യങ്ങളെല്ലാം കുറവാട്ടോ ഈ വഴിക്ക്. ഈ വഴിക്ക് വലിയ തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകാൻ നല്ല രസമാട്ടോ. ഇവിടെ ഒരുപാട് റിസോർട്ട് കാര്യങ്ങളെല്ലാം പുതിയ പണിയൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴേക്ക് നോക്കുമ്പോൾ നല്ല മലനിരകളൊക്കെ കണ്ട് നമുക്കിത് ഡ്രൈവ് ചെയ്യാം. അത്യാവശ്യം നല്ല വളവും തിരിവുള്ള റൂട്ടാണിത്. നമ്മൾ ആ വാഗമണ്ണ് വഴിക്ക് ഒരുപാട് വണ്ടികളും തിരക്കും എല്ലാം കണ്ടതാണ്. പക്ഷെ അതിൽ 4-1 വണ്ടി പോലും ഈ റൂട്ട് കയറി വരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് കാര്യങ്ങളൊന്നും നമുക്ക് അനുഭവപ്പെടുന്നില്ല. പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിലായിട്ട് ഇതേ ഒരു ചെറിയ പള്ളിയും കാണാം. നമ്മളിത് ലോവർ പൈൻവാലിയുടെ അങ്ങോട്ട് വരുന്ന വഴിക്ക് ഇത് അടിപൊളി ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഒരു ഏരിയ കണ്ട് നമ്മൾ നിർത്തി കേട്ടോ. നല്ല അടിപൊളി ലൊക്കേഷനാണ്. നമ്മുടെ തൊട്ട് പുറകിലായിട്ട് ഒരു KSRTC വിനോദയാത്ര വണ്ടി ഒക്കെ നിർത്തി ആൾക്കാരൊക്കെ ഇറങ്ങി ഫോട്ടോ എടുക്കുന്നുണ്ട്. അടിപൊളിയാണ്. സ്വസ്ഥമായിട്ട് നമുക്ക് ഈ തേയിലത്തോട്ടത്തിനകത്തോടെയൊക്കെ കയറി നടന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു കിടിലൻ ലൊക്കേഷനാണെന്ന് തന്നെ പറയാം കേട്ടോ. അങ്ങ് കണ്ണെത്താ ദൂരത്ത് ഈ തേയിലച്ചെടികളൊക്കെ കാണാൻ അടിപൊളിയാട്ടോ. വലിയ തിരക്കില്ലാത്തതുകൊണ്ട് വെഡ്ഡിങ് ഷൂട്ടോ കാര്യങ്ങളെല്ലാം ഫോട്ടോ ഒക്കെ എടുക്കാനാണെങ്കിലും പറ്റിയ ഒരു ലൊക്കേഷൻ കേട്ടോ ഇത്. ഒരു സേവ് ദ ഡേറ്റ് ഒക്കെ കവർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ആംബിയൻസ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. തോട്ടത്തിലെ കുറച്ച് പണിക്കാരൊക്കെ അവിടെ നടന്നു വരുന്നുണ്ട്. നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷനായ പൈൻ വാലിയിൽ നമ്മളിത് വന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത തിരക്കെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് അടുക്കാൻ മേലാത്ത തിരക്കാണ്. നമ്മൾ അപ്പുറം ഒരു വിധത്തിലാണ് പേയാൻ പാർക്കിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇങ്ങോട്ടേക്ക് താഴേക്ക് ഇറങ്ങുന്നിടത്ത് നല്ല തിരക്കുണ്ട്. ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്കൂളിൽ നിന്നൊക്കെ വിദ്യാർത്ഥികളെ കൊണ്ടെല്ലാം ട്രിപ്പ് കാര്യങ്ങളെല്ലാം ഈ പൈൻ വാലിയിലേക്കൊക്കെ വരുന്നുണ്ട്. നമുക്കിവിടെ മുതിർന്നവർക്ക് 30 രൂപയാണ് ടിക്കറ്റ് റേറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിൽ 15 രൂപയാണ് ടിക്കറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത്. ഇവിടെ പകുതി പേരും ടിക്കറ്റ് എടുക്കാതെ താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അവരെ എല്ലാവരെയും ഒന്നും ശ്രദ്ധിക്കുന്നില്ല. എല്ലാവർക്കും വാഗമൺ പൈൻ വാലിൻ്റെ എല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ഋതു ബൈ ബൈ കൊടുത്തരാം. പിന്നെ കാണാമെന്ന് പറഞ്ഞില്ലേ. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.